ഫ്രിഡ്ജിൽ പച്ചക്കറിയൊക്കെ സൂക്ഷിക്കുമ്പോൾ നമ്മൾ കവറിൻ്റെ ഉള്ളിൽ ചെറിയ നനവൊക്കെ ഉണ്ടാവും. അപ്പം ഇതേപോലെ ഒരു ബോക്സ് മേടിക്കുകയാണെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇതേപോലെ ഉള്ളിലൊരു കണ്ടോ ഇങ്ങനെ ട്രേ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പച്ചക്കറിയൊക്കെ വെച്ച് കഴിഞ്ഞാലും അങ്ങനെ വല്ല വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ താഴേക്ക് എടുക്കും. പച്ചക്കറികൾ എപ്പോഴും ഡ്രൈ ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. ഇത് ഇങ്ങനൊരു സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ 6 എണ്ണം വരുന്നുണ്ട്. പിന്നെ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല തിക്കായിട്ടുള്ളൊരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. നല്ല ക്വാളിറ്റി ഉണ്ട് കാണാൻ തന്നെ. കുറച്ചധികം പച്ചക്കറിയൊക്കെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. ഇതേപോലെ ഇങ്ങനെ കവറുകളിലൊന്നും എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് വെക്കുമ്പോൾ പച്ചക്കറിയൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് തുടച്ചിട്ട് എടുത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ എടുത്ത് കുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ നിറയെ കൊള്ളുകയും ചെയ്യും കേട്ടോ. കുറച്ച് വലിയ ബോക്സാണ്. പിന്നെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കാണാനും നല്ല നീറ്റായിട്ടുണ്ടാവും, എടുക്കാനും നല്ല എളുപ്പമാണ്. പിന്നെ തിരക്ക് പിടിച്ചവരാണെങ്കിൽ നമുക്കിത് പച്ചക്കറികളൊക്കെ അരിഞ്ഞിട്ടും ഇതിൽ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളതൊക്കെ നമുക്ക് അരിഞ്ഞിട്ട് സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെയായിട്ടും എടുത്ത് വയ്ക്കാൻ പറ്റും. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ട്രേയിൽ വേണമെങ്കിൽ വെക്കാം. ഞാനിപ്പോൾ അത് ട്രേയിൽ വെച്ചിട്ടുണ്ട്. നല്ല അടക്കി നല്ല ഭംഗിയായിട്ട് വെക്കാം. അതല്ലെങ്കിൽ നമുക്ക് മേലത്തെ ഭാഗത്തും നല്ല ഓർഡർ ചെയ്തിട്ട് ഒതുക്കി വെക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് ശരിക്കും നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഫ്രിഡ്ജ് സ്റ്റോറേജ് ബോക്സാണ് കേട്ടോ. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ നല്ല ഓഫറിലുമാണ് കിട്ടിയത്.